കൃഷ്ണ അനന്ത പത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ വീക്ക്ലി ഉള്ള ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമുക്കറിയാം, നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ വളരെ മനോഹരമായ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. എന്താണ് നാരദ മഹർഷി ഭക്തി എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത് എന്ന് സ്വന്തം ഉദാഹരണം കൊണ്ട് നാരദ മഹർഷി ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? ശിഷ്യനായ വ്യാസദേവന് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തിനെ എഴുതാനുണ്ടായ സാഹചര്യങ്ങളിലാണ് ഈ ഒരു കാര്യം വരുന്നത്. അപ്പം അതിൽ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത് നാരദ മഹർഷിയുടെ മാതാവ് 5 വയസ്സുള്ള ആ ബാലനായിരുന്ന സമയത്ത് ആകെ ഒരേ ഒരു ആശ്രയമേ ആ കുട്ടിക്കുണ്ടായിരുന്നുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ മാതാവായിരുന്നു. ആ അമ്മ ഒരു ദിവസം പെട്ടെന്ന് ആകസ്മികമായിട്ട് എന്ത് ചെയ്യുന്നു? മരണമടയുന്നു. അപ്പം അങ്ങനെ മരണമടയുമ്പോഴേക്കും ഈ ഭക്തന്മാർക്ക് എന്താണ് റിവേഴ്സൽസ്, ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചത്. ഭക്തന്മാർ വന്നിട്ട് തങ്ങൾക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുമുള്ള ജീവിതത്തിൻ്റെ റിവേഴ്സസിനെയും അല്ലെങ്കിൽ ദുഃഖങ്ങളെയും വളരെ പക്വതയോടെ ആണ് കാണുന്നത്. നമ്മളെല്ലാം പത്രത്തിലും ടി വിയിലുമൊക്കെ ഇപ്പോൾ കാണാറുണ്ട്. ചെറിയൊരു നിരാശയോ ചെറിയൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും പിന്നെ ആത്മഹത്യയിലും ഒക്കെ അഭയം തേടുന്നത് ആയിട്ട് കാണാറുണ്ട്. പക്ഷേ ഈ ടോളറൻസ്, അതായത് സഹിഷ്ണുത എന്ന് പറയുന്നത് മനുഷ്യന് അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം, ഭൗതിക ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സുഖവും ദുഃഖവും ഒരുമിച്ച് വരുന്ന സ്ഥലമാണ്. ദുഃഖം വരുന്നത് പോലെ തന്നെ സുഖവും വരും. പക്ഷെ സുഖത്തിന്റെ സമയത്ത് ആരും സഹിഷ്ണുതയെക്കുറിച്ച് ചിന്തിക്കാറില്ല. ദുഃഖത്തിന്റെ സമയത്താണ് സഹിഷ്ണുതയെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്നത് തന്നെ. അപ്പോൾ ഈ തരത്തിൽ അതായത് ഒരു ആത്മജ്ഞാനം ലഭിച്ചതുമാകട്ടെ, ആത്മജ്ഞാനം ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുമായ ഭക്തനാവട്ടെ, അയാള് ആധ്യാത്മികമായിട്ട് പുരോഗമിക്കുന്നു എന്നതിൻ്റെ ലക്ഷണം ഈ പ്രകാരമുള്ള തിരിച്ചടികളെ അല്ലെങ്കിൽ ഈ പ്രകാരമുള്ള ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അതായത് ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെയൊക്കെ ഏത് തരത്തിൽ അയാൾ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അയാൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും അത് ഒരു ജീവിതത്തിൻ്റെ അവസാനമായിട്ടോ അല്ലെങ്കിൽ നിരാശാജനകമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ടോ, അയാൾക്ക് വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. വിഷമങ്ങളും ഉണ്ടാകും. അയാൾ ചിലപ്പം കരഞ്ഞെന്നിരിക്കും. അയാൾ ബാക്കിയുള്ള സാധാരണ ആൾക്കാരെ പോലെയുള്ള ഇമോഷൻസ് ഒക്കെ കാണിച്ചെന്നിരിക്കും. പക്ഷെ ഒരിക്കലും അയാൾ ആ ഒരു അവസരത്തിൽ നിന്നും വീണു പോയിട്ട് ഭക്തിയെ ഉപേക്ഷിക്കുകയോ ഭഗവാനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഭക്തന്മാരെ കുറ്റപ്പെടുത്തുകയോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ഇതൊന്നും ചെയ്യാറില്ല. അയാൾക്ക് അറിയാം തൻ്റെ കർമ്മം എന്ന് പറയുന്നത് താൻ ജനിച്ചപ്പോൾ മുതൽ ഒരു ഭാണ്ഡക്കെട്ട് പോലെ തൻ്റെ കൂടെ നിൽക്കുന്നതാണ് എന്ന്. അതിനനുസരിച്ച് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് താൻ ചെയ്യുന്നത് ഭക്തിയാണ്. പക്ഷേ ഭക്തി എന്ന് പറയുന്നത് ഒരു ക്ലെൻസിങ് പ്രോസസ്സാണ്. അതായത് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഒരു ദിവസം ഭക്തി ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഇല്ലാതാകുന്നില്ല. കർമ്മം, അതായത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് 5 കാര്യങ്ങൾ: ഈശ്വരൻ, ജീവ, പ്രകൃതി, കാല, കർമ്മ. ഈ ഈശ്വര, ജീവ, പ്രകൃതി, കാല, ഇത് 4 നമുക്ക് മാറ്റാൻ പറ്റാത്തതാണ്. ഈശ്വരൻ പരമദിവ്യോത്തമ പുരുഷൻ, ജീവൻ നമ്മൾ, അതായത് ജീവാത്മാവ്, അതൊന്നും. പിന്നെ പ്രകൃതിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ കാലം, ടൈമിനെയും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ആകെപ്പാടെ ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണ്? കർമ്മം. അതായത് ഈ കർമ്മം എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അയാൾ വിചാരിക്കും, എൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റൂല ഒന്നും. പക്ഷേ ഇനി മുന്നോട്ട് ഞാൻ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഭക്തൻ എന്ത് ചെയ്യും? വളരെ വിശ്വാസത്തോടു കൂടി ആചാര്യന്മാരുടെയും വൈഷ്ണവരുടെയും ഭഗവാന്റെയും വാക്കുകളെ സ്വീകരിച്ച് ഒരു പക്വത വന്ന ഒരാളെ പോലെ പെരുമാറും. ഒരാളെ പോലെ പെരുമാറും എന്ന് പറഞ്ഞാൽ അയാൾ പക്വത വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ മിസറി
ഇസ് സീൻ ആസ് മേഴ്സി. രണ്ട് വാക്കും ഒരുപോലെയാണ്, മിസറി ആൻഡ് മേഴ്സി അല്ലേ. മിസറി എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖങ്ങൾ. മേഴ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? കാരുണ്യം. അപ്പോൾ ഈ ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ദുഃഖത്തിൻ്റെ രൂപത്തിലും വരാം. നാരദ മഹർഷിക്ക് വന്നത് അത് തന്നെയാണ്. നാരദ മഹർഷിക്ക് ആകെ അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഒരേ ഒരു അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരുമില്ല ആ കുട്ടിക്ക്, വെറും 5 വയസ്സുള്ള ബാലൻ. പക്ഷേ ആകസ്മികമായി ആ മാതാവ് മരണപ്പെട്ടപ്പോൾ നാരദ മഹർഷി, എന്തൊരു ക്രൂരതയാണ് ഈശ്വര നീ എന്നോട് ചെയ്യുന്നത്, ഇത്ര നാൾ ഞാൻ നിനക്ക് എന്ത് തെറ്റാണ് ചെയ്തത്, അതാണ് ഇതാണെന്നും പറഞ്ഞ് ഒരിക്കലും വന്നിട്ട് എന്ത് ചെയ്തില്ല? ബ്ലെയിം ചെയ്തില്ല. ചുറ്റുമുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്തില്ല, ആരെയും ബ്ലെയിം ചെയ്തില്ല. എന്താണ്? എനിക്ക് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരവസരമായി നാരദ മഹർഷി ആ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ആ ഒരു അവസരത്തെ കാണുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു യാത്രയ്ക്ക് പോകുന്നു. നമ്മൾ ആ യാത്രയും കണ്ടു. കാട്ടിലും മേട്ടിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ആത്മജ്ഞാനം ലഭിച്ച ചെറിയ കുട്ടിയാണ്. അദ്ദേഹത്തിന് ഭയം എന്ന് പറയുന്നത് സാധാരണ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും, കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഉണ്ടാകും. ആശ്രയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ ഒരു കുട്ടിയെയും കൊണ്ട് ഒരു കാർണിവലിന് പോവുകയാണ്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ കുട്ടിക്ക് പെട്ടെന്ന് ഒരു ആൾക്കൂട്ടത്തിൽ അകപ്പെട്ടു പോയാൽ എന്ത് സംഭ്രമം ഉണ്ടാകും ആ കുട്ടിക്ക്. പക്ഷേ ഈ നാരദ മഹർഷി അങ്ങനെയല്ല. നാരദ മഹർഷിക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്രയം എന്നേക്കുമായാണ് പോയത്. ഇവിടെ ഈ കുട്ടിക്ക് പ്രതീക്ഷയുണ്ട് അച്ഛൻ എന്നെ തിരിച്ച് കണ്ടുപിടിക്കുമെന്ന്. പക്ഷെ നാരദ മഹർഷിക്ക് അമ്മ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന് സംഭ്രമം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ കാട്ടിലും മേട്ടിലും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ സൃഷ്ടി എങ്ങനെയാണ് എന്ന് അറിഞ്ഞ് ഈ ബാലൻ സഞ്ചരിക്കുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. എന്നിട്ട് നമ്മൾ കണ്ടു ആ ബാലൻ നഗരത്തിൽ കൂടെയും പട്ടണങ്ങളിൽ കൂടെയും ഗ്രാമങ്ങളിൽ കൂടെയും കൃഷിസ്ഥലങ്ങളിൽ കൂടെയും ഒക്കെ സഞ്ചരിച്ചു. പക്ഷെ സ്വന്തമായിട്ട് എങ്കിൽ പിന്നെ ഞാനിവിടെ ചെന്ന് ഒരു ജോലി ചോദിച്ചു കളയാം, എനിക്കിനി ആരാണ് എന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്, ഇതൊന്നും നാരദ മഹർഷി ചിന്തിച്ചില്ല. അതായത് ആ കുട്ടി ചിന്തിച്ചില്ല. അവനവിടെ എന്ത് ചെയ്യുന്നു? ജോലിക്ക് കയറിയിട്ട് ഇനി എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കണം, അമ്മയില്ല എന്നെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല, പരിപൂർണമായിട്ടും ഭഗവാനിൽ ആശ്രയിച്ച ഒരു വ്യക്തിയെയാണ് നമ്മൾ നാരദ മഹർഷിയുടെ ആ ബാല്യകാലത്തിൽ കാണുന്നത്. ഇത് വന്നിട്ട് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. അനുകരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണെങ്കിലും പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? നാരദ മഹർഷിയുടെ ജ്ഞാനവും നമ്മുടെ ജ്ഞാനവും വ്യത്യസ്തമാണ്. നാരദ മഹർഷിയുടെ റിയലൈസേഷൻ, വിജ്ഞാനവും നമ്മുടെ റിയലൈസേഷനും വ്യത്യസ്തമാണ്. നമ്മളൊരു ദിവസം സുപ്രഭാതത്തിൽ എന്താണ് ഇതെല്ലാം എന്നെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ഭാര്യയും വേണ്ട, പിള്ളേരും വേണ്ട, വീടും വേണ്ട എന്നും പറഞ്ഞിട്ട് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിക്കരുത്. കാരണം അതെന്താണ്? ഫൽഗു വൈരാഗ്യം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു, രൂപഗോസ്വാമിയും പറയുന്നു. ഫൽഗു വൈരാഗ്യം എന്താണ്? ഈ വൈരാഗ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഭക്തൻ അദ്ദേഹത്തിൻ്റെ ഉന്നതിയിലേക്ക് വരുമ്പോൾ, ആധ്യാത്മിക പുരോഗതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നതാണ്. ആർട്ടിഫിഷ്യൽ, അതായിട്ട് എന്ന് വെച്ചാൽ കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല അത്. നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കുന്നില്ല, മടി, ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട് ഉപേക്ഷിച്ച് പോകുക, ജോലി ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമാണ്. അത് എന്താണ്? ഫൽഗു വൈരാഗ്യം. ആരും അതിനെ സപ്പോർട്ട് ചെയ്യുകയില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഹൃദയത്തിൽ അയാൾക്ക് പരിവർത്തനമില്ല, അല്ലേ? നാരദ മഹർഷിക്ക് ഹൃദയത്തിൽ ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല, അയ്യോ ഞാൻ എന്ത് ചെയ്യും, നാളെ ഞാൻ എന്ത് ചെയ്യുന്നു. കാരണം പൂർണ്ണമായിട്ടും അദ്ദേഹം ഭഗവാനെ ആശ്രയിച്ചിരുന്നത് കൊണ്ട് കാട്ടിലും മേട്ടിലും എല്ലാം നടന്ന് വെള്ളവും കുടിച്ച് പഴങ്ങളും ഭക്ഷിച്ച് അദ്ദേഹം ജീവിതം പോക്കി. പക്ഷേ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 2 ദിവസം പട്ടിണി കിടന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ചിന്ത വരും, അയ്യേ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന്. ചെയ്തു കഴിഞ്ഞത് നമുക്ക് മാറ്റാനും പറ്റുകയില്ല. തിരിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോസ് തിരിച്ച് കയറ്റൂല, ഉടമ നമ്മൾ ജോലി ചെയ്തിരുന്ന ആൾ നമ്മളെ തിരിച്ചെടുക്കൂല. പിന്നെ നമ്മൾ കുറേ കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് എടുത്തു ചാടി തീരുമാനങ്ങൾ, അനുകരിക്കുന്നത് പോലത്തെ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. ഭക്തന്മാരുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ആധ്യാത്മിക പുരോഗതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ എന്താണ് 14ാമത്തെ ശ്ലോകം 14ാമത്തെ ശ്ലോകം മുതൽ 14ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ നിർത്തിയത്. ഓക്കെ, അപ്പോൾ
14ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് തുടങ്ങാം. പക്ഷെ അതിനു മുന്നേ നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം ഭഗവാനെയും ഗുരുവിനെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജജനരഞ്ജന യശോദാനന്ദന വ്രജജനരഞ്ജന ജമുനാതീരവനചാരി ജമുനാതീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ് ഗൗരനിതായ് ജയ ഗൗരനിതായ്. ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവത്തെ വാസുദേവായ ഓം നമോ ഭഗവത്തെ വാസുദേവായ ഓം നമോ ഭഗവത്തെ വാസുദേവായ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം 1:6-14 ഒന്നാമത്തെ ക്യാൻറ്റോ 6ാമത്തെ ചാപ്റ്റർ കോൺവെർസേഷൻ ബിറ്റ്വീൻ നാരദ ആൻഡ് വ്യാസദേവ 14ാമത്തെ ശ്ലോകം. പരിശ്രാന്തേന്ദ്രിയ ആത്മാഹം ത്രിത്പരീതോ ബുഭുക്ഷിതഃ സ്നാത്വാ പീത്വാ ഹൃദേ നദ്യാ ഉപസ്പൃഷ്ടോ ഗതശ്രമഃ. പരിശ്രാന്തേന്ദ്രിയാത്മാഹം ത്രിത്പരീതോ ബുഭുക്ഷിതഃ സ്നാത്വാ പീത്വാ ഹൃദേ നദ്യാ ഉപസ്പൃഷ്ടോ ഗതശ്രമഃ. അനുഷ്ടുപ്പിലാണ് നമ്മൾ വായിക്കുന്നത്. പരിശ്രാന്തേന്ദ്രിയാത്മാഹം ത്രിത്പരീതോ ബുഭുക്ഷിതഃ സ്നാത്വാ പീത്വാ ഹൃദേ നദ്യാ ഉപസ്പൃഷ്ടോ ഗതശ്രമഃ. എന്താണ് പറയുന്നത് നാരദ മഹർഷി? പരിശ്രാന്ത ഇന്ദ്രിയ ആത്മ അഹം. അഹം എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ. കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ നാരദ മഹർഷി. അപ്പോൾ പറയുകയാണ്, ഞാൻ അങ്ങനെ ഒരുപാട് യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്ത് പരിശ്രാന്തം. എന്താണ് പരിശ്രാന്തം? ക്ഷീണിച്ചു അല്ലേ? എങ്ങനെ ക്ഷീണിച്ചു? ഇന്ദ്രിയങ്ങൾ കൊണ്ടും ശാരീരികമായും മാനസികമായും ഒക്കെ ക്ഷീണിച്ചു. എങ്ങനെ ക്ഷീണിച്ചു? ത്രിത് പരീതോ ബുഭുക്ഷിതഃ. ത്രിത് പരിത എന്ന് പറഞ്ഞാൽ വളരെ ദാഹം തോന്നി. ബുഭുക്ഷിതഃ വിശപ്പ് തോന്നി. ഇതൊക്കെയാണ് ആ കുട്ടിക്ക് ഉണ്ടായത്. എന്ത് ചെയ്തു?
എന്ത് ചെയ്യും ഇങ്ങനെയുള്ള സമയത്ത് ഒരു സന്യാസി എന്ത് ചെയ്യും? അതാണ് നാരദ മഹർഷി പറഞ്ഞു തരുന്നത്. ആ കുട്ടി ഒരു സന്യാസിയേക്കാൾ വന്നിട്ട് കീഴേ ഒന്നുമല്ല. സന്യാസി എല്ലാം ത്യജിച്ച് എന്ത് ചെയ്യുകയാണ്? ഭഗവാനിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ആ ഒരു പരിവ്രജകന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? ഈ ഈ ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ശരീരം സ്വീകരിച്ച ആൾക്കാർക്കെല്ലാം എന്തുണ്ടാകും? വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും? അതാണ് നാരദ മഹർഷി പറയുന്നത്. സ്നാത്വാ, എന്ത് ചെയ്തു? ഞാൻ സ്നാനം ചെയ്തു. പീത്വാ, കുടിച്ചു. ഹൃദേ, എവിടെയാണ്? ഭഗവാന്റെ തന്നെ പ്രകൃതിയിൽ അതിനുള്ള എല്ലാ തരത്തിലുള്ള ഉപാധികളുമുണ്ട്. ഹൃദേ, സരസ്സുകളില്, നദികളില്, അങ്ങനെ എന്താണ്? അങ്ങനെ നദികളിലും സരസ്സുകളിലും ഒക്കെ പോയി ഞാൻ എന്ത് ചെയ്തു? എൻ്റെ വിശപ്പും ദാഹവും ഒക്കെ ശമിപ്പിച്ചതുകൊണ്ട് ഉപസ്പൃഷ്ടോ ഗതഃ ശ്രമഃ, അങ്ങനെ എൻ്റെ ക്ഷീണത്തിൽ നിന്നും ഞാൻ ആശ്വാസം ലഭിച്ചു. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിശപ്പും ദാഹവും ഉണ്ടാവുകയും ഞാൻ നദികളിൽ വന്നിട്ട്, സരസ്സുകളിലും നദികളിലും വന്നിട്ട് എന്ത് ചെയ്യുന്നു? വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ എനിക്ക് വളരെയധികം ആശ്വാസമുണ്ടായി. പിന്നെ ഇതിനകത്ത് പ്രഭുപാദ് പറയുന്നു, എന്താണ് ഒരു പരിവ്രജക ആചാര്യന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആവശ്യം സാധാരണ വളരെ കുറച്ചേ വരികയുള്ളൂ. വിശപ്പും ദാഹവും തോന്നുമ്പോൾ അതിനെ ശമിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രകൃതിയിൽ ഭഗവാൻ തന്നെ അയാൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സന്യാസിമാർ ഗൃഹസ്ഥന്മാരുടെ അടുത്ത് വരുന്നത്, അല്ലെങ്കിൽ ഗൃഹസ്ഥന്മാരുടെ അടുത്ത് വാതിൽക്കൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു സെന്റൻസ് പറയുന്നുണ്ട്. ദ മെൻഡിക്കൻറ്റ് therefore does not go to the house of a householder to beg but to enlighten him spiritually. അതായത് ഭിക്ഷാം ദേഹി ഗൃഹസ്ഥന്റെ ഭവനത്തിൽ ആഗമിക്കുന്നത് യാചിക്കാനല്ല. അയ്യോ എനിക്ക് അയാൾ തന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഈ ഗൃഹസ്ഥൻ എനിക്കൊന്നും തന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചത്തുപോകുമല്ലോ എന്നല്ല അയാൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. നേരെ മറിച്ച് ആ ഗൃഹസ്ഥനെ ആത്മീയമായി പ്രബുദ്ധനാക്കാനാണ്. ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഭൗതിക ലോകത്തിൽ അങ്ങനെ എന്താണ് ഒരു കെട്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ ഹൗസ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഗൃഹസ്ഥന്മാർ. അവർക്ക് ഡിറ്റാച്ച്മെൻറ്റ്, അതായത് ഭൗതികതയിൽ നിന്നുള്ള ഒരു വിടുതലിന് വേണ്ടിയിട്ട് പടിപടിയായിട്ട് മുന്നേറാൻ എന്ത് ചെയ്യണം? ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ പ്രകാരമുള്ള ഭിക്ഷാം ദേഹികൾ ഒരു ഗൃഹസ്ഥൻ്റെ ഭവനത്തിൽ വരുന്നത് യാചിക്കാൻ വേണ്ടിയിട്ടല്ല. അവർക്ക് വെള്ളം കുടിച്ചും പഴങ്ങൾ കഴിച്ചും ഒക്കെ ജീവിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ എന്തിനാണ് ഗൃഹസ്ഥൻ്റെ ഭവനത്തിൽ വരുന്നത്? ആ ഗൃഹസ്ഥനെ ആത്മീയമായി പ്രബുദ്ധനാക്കാൻ. അവിടെയും പരദുഃഖ ദുഃഖി എന്ന് പറയുന്ന അവരുടെ കാരുണ്യം, കമ്പാഷൻ എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ ഒരു സന്യാസി നമ്മളെ കാണാൻ വരുമ്പോൾ അയാളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ദാനം ചെയ്താൽ മാത്രമേ അയാൾക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾക്ക് വേണ്ടിയിട്ട് അയാളുടെ ജ്ഞാനം ദാനം ചെയ്യാൻ. ആരാണ് യഥാർത്ഥത്തിൽ ദാനം സ്വീകരിക്കാൻ പോകുന്നത്? നമ്മളാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഡൊണേഷൻ കൊടുത്തു കഴിയുമ്പോൾ ആ സന്യാസിക്കാണ് നമ്മൾ ഡൊണേഷൻ കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ആ ജ്ഞാനത്തിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൽ ഒന്നും കാണുകയില്ല. കാരണം അത്രയ്ക്കും അമൂല്യമായിട്ടുള്ള വിവരം അല്ലെങ്കിൽ ജ്ഞാനമാണ് ആര് തരുന്നത്? ആ സന്യാസി തരുന്നത്. യഥാർത്ഥത്തിൽ ജ്ഞാനം ദാനമായി സ്വീകരിക്കുന്നത് നമ്മളാണ്. ഓക്കെ, അപ്പം അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. തസ്മിൻ നിർമനുജേരണ്യേ പിപ്പലോപസ്തആശ്രിതഃ ആത്മാനാത്മാനമാത്മസ്തം യഥാ ശ്രുതം അചിന്തയം. തസ്മിൻ നിർമനുജേ അരണ്യേ പിപ്പലോപസ്ത ആശ്രിതഃ ആത്മാനാത്മാനം ആത്മസ്തം യഥാ ശ്രുതം അചിന്തയം. തസ്മിൻ നിർമനുജേ അരണ്യേ പിപ്പലോപസ്ത ആശ്രിതഃ ആത്മാനാത്മാനം ആത്മസ്തം യഥാ ശ്രുതം അചിന്തയം. ഇതിനകത്ത് ഒരുപാട് ആത്മ എന്നുള്ള വാക്ക് വരുന്നുണ്ടല്ലേ.
ഈ ആത്മാവിന് പലതരത്തിലുള്ള അർത്ഥമുണ്ട്. കോണ്ടെക്സ്റ്റ്, അതിൽ അല്ലെങ്കിൽ സന്ദർഭം അനുസരിച്ച് ആത്മാവ് എന്നുള്ള വാക്ക് പലതിനു വേണ്ടിയിട്ടും പലതിനെയും കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കും. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം. തസ്മിൻ നിർമനുജേ. മനുജൻ ആരാണ്? മനുജൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. നിർമനുജേ, നിർ എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് ഉണ്ട്, ഇല്ല, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നിർ എന്ന് പറയുന്നത്. അപ്പോൾ നിർമനുജേ എന്ന് പറഞ്ഞാൽ മനുഷ്യവാസമില്ലാത്ത. എവിടെ? അരണ്യേ. നമ്മൾ കേട്ടിട്ടുണ്ട് അരണ്യകാന്ഡം അല്ലേ? അരണ്യം എന്ന് പറഞ്ഞാൽ വനം. അരണ്യേ പിപ്പലോ ഉപസ്ഥ ആശ്രിത. പിപ്പല എന്താണ്? പിപ്പലായനൻ നമ്മൾ കേട്ടിട്ടുണ്ട് പലരുടെയും. പിപ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽവൃക്ഷം അല്ലെങ്കിൽ ആൽമരം എന്നാണ്. ഇനി ഉപസ്ഥനായി അല്ലെങ്കിൽ ഇരുന്നു, ആശ്രിത അതിൻ്റെ തണലിൽ വന്നിട്ട് അതിൻ്റെ ആ ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ തണലിൽ ഇരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആത്മാനം ആത്മസ്ഥം. 3 ആത്മയാണ് ഇവിടെ ഉള്ളത്. ആത്മാനം ആത്മസ്ഥം. എന്താണ് ഈ 3? എല്ലാം ഒരുപോലെ തോന്നുമല്ലേ നമ്മൾക്ക്? എന്താണ് ഈ ആത്മ എന്ന് ഇവർ പറയുന്നത്? എന്താണ് നാരദ മഹർഷി പറയുന്നത്? ആദ്യത്തെ ആത്മാന എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച്, രണ്ടാമത്തെ ആത്മാനം എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, മൂന്നാമത്തെ ആത്മസ്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ, ആത്മസ്ഥം, ഞാൻ ആത്മസ്ഥം, എൻ്റെ ഉള്ളിൽ സ്ഥിതനായിരിക്കുന്ന ആരെയാണ് നാരദ മഹർഷി ധ്യാനിക്കാൻ പോകുന്നത്? നാരദ മഹർഷിക്ക് എന്താണ്? ഭഗവാന്റെ ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മര്യാദയ്ക്ക് ജപിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറയുന്നത്? ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കണം. ഒരുപാട് കഠിനമായിട്ടുള്ള തപശ്ചര്യകൾ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. ശരീരത്തെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള തപശ്ചര്യകൾ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മളുടെ ആത്മീയ പുരോഗതി അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്റ്റെബിലിറ്റി, സന്തുലിതാവസ്ഥേനെ എന്ത് ചെയ്യും? ഭയങ്കര മോശമായിട്ട് ബാധിക്കും. ഒരുപാട് 2-3 ദിവസമൊക്കെ പട്ടിണി കിടന്ന് ശരീരത്തിനെ എന്ത് ചെയ്യുകയാണ്? ഉപവാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള ആവശ്യമില്ലാത്ത കുറച്ച് ബുദ്ധിമുട്ടുകൾ ശാരീരികമായി ചെയ്യുന്നതും വന്നിട്ട് ആത്മജ്ഞാനത്തിന് നല്ലതല്ല എന്ന് പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഒരുപാട് വ്രതങ്ങൾ. ഇല്ല, ആവശ്യമുള്ള കാര്യം തന്നെ ഈ ശരീരം എന്ന് പറയുന്നത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ്. ഇതിന് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ദ്രോഹങ്ങൾ ഈ ശരീരത്തിന് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സേവനം ചെയ്യാൻ പോലും ആരോഗ്യമില്ലാത്തവരായി മാറും. അതുകൊണ്ട് ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത്, എന്തെങ്കിലും അസുഖം വരുമ്പോൾ ചികിത്സിക്കേണ്ടത്, ആരോഗ്യമുള്ള ശരീരത്തെ നിലനിർത്തേണ്ടത്, അത് എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് യഥാർത്ഥത്തിൽ വൈരാഗ്യം എന്ന് പറയുന്നത്. ഈ ശരീരം എന്താണ്? ഞാൻ ആത്മാവാണ്, ശരീരമല്ല എന്ന് വിചാരിച്ചിട്ട് ശരീരത്തിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയാൻ വേണ്ടി, അതിനെ ഉപദ്രവിക്കാൻ വേണ്ടി നടക്കരുത്. അതെന്താണ്? ഫൽഗു വൈരാഗ്യമാണ്. കാരണം ഈ ശരീരം ആരുടെയാണ്? ഭഗവാൻ തന്ന ശരീരമാണ്. ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ്. ചൈതന്യ ചരിതാമൃതത്തില് സനാതന ഗോസ്വാമി ശരീരത്തിലെല്ലാം വന്നിട്ട് എന്താണ്? അദ്ദേഹത്തിന് ഒരു സ്കിൻ ഡിസീസ്, ത്വക്ക് രോഗം ബാധിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിലെല്ലാം ഭയങ്കര വ്രണങ്ങളൊക്കെ ഉണ്ടായി. അതിൽ നിന്നും ചലവും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നു. അദ്ദേഹം ഒരു പുതപ്പ് കൊണ്ട് മൂടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് പോകുന്നത്. ചൈതന്യ മഹാപ്രഭു ഈ ശരീരം വന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം, സനാതന ഗോസ്വാമി എന്ത് ചെയ്യുന്നു? അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചു. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. ആ ശരീരം, ഭഗവാൻ വന്നിട്ട് ആ ശരീരം, അതായത് അദ്ദേഹത്തിന്റെ ഈ ഒരു അൺടച്ചബിൾ എന്ന് സനാതന ഗോസ്വാമി തന്നെ കരുതി ആ ശരീരത്തെ എന്ത് ചെയ്യുന്നു? അദ്ദേഹം, ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ആലിംഗനം ചെയ്തിട്ട് പറയുന്നു, ഇത് നിന്റെ ശരീരമല്ല, എൻ്റെ ശരീരമാണ്. ശരിയാണ്, കാരണം നമ്മൾക്കുള്ളതെല്ലാം ഭഗവാൻ തന്നതാണ്. ഈ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. പഞ്ചഭൂതങ്ങൾ ആരുടെ നിയന്ത്രണത്തിലാണ്? അല്ലെങ്കിൽ ആരാണ് പഞ്ചഭൂതങ്ങളെ വന്നിട്ട് നമ്മൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്? ഭഗവാന്റെ തന്നെ. ഭഗവാന്റെ അല്ലാത്ത ഒന്നും നമുക്കില്ല. അതുകൊണ്ട് സ്വന്തം ശരീരം പോലും നമ്മുടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ പ്രകാരം ഈ വിശപ്പും ദാഹവും ശമിപ്പിക്കേണ്ടത് ഏതൊരു ജീവാത്മാവിൻ്റെയും ഉദ്ദേശമാണ്, അല്ലെങ്കിൽ ആവശ്യമാണ്. ഈ ഒരു ഒരുപാട്
ശരീരത്തെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വ്രതശുദ്ധികളൊന്നും ആവശ്യമില്ല. കാരണം വളരെ സിമ്പിളാണ്. ഈ നമ്മുടെ ഭക്തിയോഗം എന്ന് പറയുന്നത് ഒരുപാട് തലകുത്തി നിന്ന് ചെയ്യേണ്ട വ്രതങ്ങളോ കഠിനമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ അകത്ത് ആകെ ഉള്ളത് എന്താണ്? നാമം ജപിക്കുക മാത്രം. നാക്കും കൈയും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നാമം ജപിക്കാം. നിങ്ങൾക്ക് ഒരു കൈ ഒടിഞ്ഞിരുന്നാലും ഈ കൈ കൊണ്ട് നാമം ജപിക്കാൻ പറ്റും. അഥവാ 2 കൈ ഒടിഞ്ഞിരുന്നാലും നിങ്ങൾക്ക് വായ കൊണ്ട് ജപിക്കാൻ പറ്റും. ഇനി വായ കൊണ്ടും ജപിക്കാൻ പറ്റില്ല, ഊമയാണെന്ന് വിചാരിച്ചോ മനസ്സിൽ ജപിക്കാൻ പറ്റും. എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ഭക്തിയോഗം എന്ന് പറയുന്നത് കലികാലത്ത് അത്ര സുലഭമാണ്, വളരെയധികം എളുപ്പമുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? അദ്ദേഹം തൻ്റെ വിശപ്പും ദാഹവും ഒക്കെ നാച്ചുറലി തന്നെ ശമിപ്പിച്ചു, അല്ലേ? പ്രകൃതിദത്തമായ കാര്യങ്ങൾ കൊണ്ട് ശമിപ്പിച്ചിട്ട് ആത്മാനം ആത്മസ്ഥം. കാരണം അദ്ദേഹത്തിന് ജ്ഞാനം കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് തൻ്റെ അൾട്ടിമേറ്റ് എയിം, ഭഗവാനെ ധ്യാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യുന്നു? വേറെ ആരെയും ആശ്രയം പ്രാപിക്കാനില്ല, ആരുമില്ല, സ്വത്തോ വീടോ ഒന്നുമില്ല, ജോലിയില്ല, ഒന്നുമില്ല. പൂർണ്ണമായും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് താനെന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ധ്യാനയോഗമാണ് ആര് ചെയ്യാൻ പോകുന്നത്? അന്നത്തെ കാലത്താണ്, നമ്മൾ അനുകരിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരല്ല. കാരണം നാരദ മഹർഷി ചെയ്യുന്നത് പോലെ ധ്യാനയോഗം നമുക്കിപ്പോൾ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ധ്യാനയോഗമാണ് ആര് ചെയ്യാൻ പോകുന്നത്? നാരദ മഹർഷി ചെയ്യാൻ പോകുന്നത് ധ്യാനയോഗം. യോഗികൾ എന്താണ് ചെയ്യുന്നത്? ഹൃദയത്തിലുള്ള പരമാത്മാവിനെയാണ് ധ്യാനിക്കുന്നത്. സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാര വക്ഷസ്ഥലശോഭി കൗസ്തുഭം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം. എന്താണ്? ചതുർഭുജനായ പരമാത്മാവിനെയാണ് ആര് ധ്യാനിക്കുന്നത്? ധ്യാനയോഗം പരിശീലിക്കുന്ന ആൾക്കാർ, അഷ്ടാംഗയോഗം പരിശീലിക്കുന്ന ആൾക്കാരൊക്കെ ധ്യാനിക്കുന്നത്. അപ്പം നാരദ മഹർഷിയും അതേപോലെ ചെയ്യുകയാണ്. ആത്മാനം ഇൻ്റലിജൻസ്, ആത്മാനം അതായത് എന്ത് ചെയ്തു? ഇൻ്റലിജൻസ് കൊണ്ട് ഈ ആദ്യത്തെ ആത്മാനം ആരാണ്? ഇൻ്റലിജൻസ് ആണ്. രണ്ടാമത്തെ ആത്മാനം ആരാണ്? പരമാത്മാവാണ്. മൂന്നാമത്തെ ആത്മാനം ആരാണ്? ഞാൻ തന്നെയാണ്, അല്ലേ? എന്താണ്? ആത്മാനം ആത്മസ്ഥം. ആത്മാനം ആത്മസ്ഥം. ആത്മാനം ആത്മസ്ഥം. എൻ്റെ ശരീരത്തിൽ തന്നെ നിലകൊള്ളുന്ന ആ പരമദിവ്യോത്തമ പുരുഷന്റെ വിസ്തരണമായ ആരാണ്? പരമദിവ്യോത്തമ പുരുഷന്റെ ഒരു രൂപമായ പരമാത്മാവിനെയാണ് ധ്യാനിക്കുന്നത്. വെറുതെ അല്ല ധ്യാനിക്കുന്നത്. ഇതിൻ്റെ അവസാനത്തെ വേഴ്സിൻ്റെ അവസാനത്തെ പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെ. എന്താണ് അവസാനത്തെ പാർട്ട്? യഥാശ്രുതം അചിന്തയം. എന്താണ്? യഥാശ്രുതം അചിന്തയം. ഈ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് തോന്നുന്ന വിധത്തിൽ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, നമുക്ക് ഭക്തിയോഗം പരിശീലിക്കാൻ പറ്റുകയില്ല. യഥാശ്രുതം അചിന്തയം. ഞാൻ ശ്രവിച്ചതുപോലെ. എന്താണ്? മുക്താത്മാക്കളിൽ നിന്നും ഞാൻ കേട്ടതല്ല. ആരിൽ നിന്നും കേട്ടതാണ്? മുക്താത്മാക്കളിൽ നിന്നും. യഥാശ്രുതം. ആരുടെ അടുത്തുനിന്ന് കേട്ടു? നാരദ മഹർഷി കേട്ടത് ആരുടെ അടുത്തു നിന്നാണ്? ആ ഭക്തിവേദാന്തികളിൽ നിന്നാണ് കേട്ടത്. അതാണ് യഥാശ്രുതം എന്ന് പറഞ്ഞിരിക്കുന്നത്. യഥാശ്രുതം അചിന്തയം. ഭക്തിവേദാന്തികളിൽ നിന്നുമാണ് കേട്ടത്, വെറുതെയുള്ള ആൾക്കാരിൽ നിന്നല്ല, കേട്ടുകേൾവി അല്ല, നമ്മളുടെ സ്വന്തം എന്താണ് ഇതുമല്ല. എന്താണ്? യഥാശ്രുതം അചിന്തയം. എന്താണ് യഥാശ്രുതം എന്ന് പറഞ്ഞാൽ ആസ് ഐ ഹാഡ് ഹേർഡ് ഇറ്റ് ഫ്രം ദ ലിബറേറ്റഡ് സോൾസ്. മുക്താത്മാക്കളിൽ നിന്നും കേട്ടത്. അതിനെ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവിനെ ഞാൻ ധ്യാനിച്ചു. എന്താണ്? നമുക്ക് വായിക്കാം. അനന്തരം മനുഷ്യവാസമില്ലാത്ത ആ വനത്തിൽ ഒരു ആൽമരത്തണലിൽ മുക്താത്മാക്കളിൽ നിന്നും ഞാൻ അഭ്യസിച്ചതുപോലെ എൻ്റെ ബുദ്ധി സാമർഥ്യത്തെ പ്രയോജനപ്പെടുത്തി അന്തർവർത്തിയായി നിവിഷ്ടനായിരിക്കുന്ന പരമാത്മാവിനെ ധ്യാനിക്കാൻ ആരംഭിച്ചു. കണ്ടോ? ഇതിനകത്ത് പ്രഭുപാദ് പറയുന്നു, സ്വന്തം മനോരഥത്തിനനുസരിച്ച് ഒരാൾ ധ്യാനത്തിൽ ഏർപ്പെടരുത്. ഉത്തമ വിശ്വാസയോഗ്യനായ യഥാർത്ഥ ആത്മീയാചാര്യൻ എന്ന സുതാര്യ മാധ്യമത്തിലൂടെ ആധികാരികമായ ധർമ്മശാസ്ത്ര കേന്ദ്രങ്ങളിൽ നിന്നും ശരിയായ രീതി മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്ന വഴിയല്ല ഭക്തിയോഗം പരിശീലിക്കേണ്ടത്. അതിനാണ് നമ്മൾക്ക്
ആര് വേണ്ടത്? സ്പിരിച്വൽ മാസ്റ്റർ അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുനാഥൻ വേണ്ടത്. അപ്പോൾ ഇതാണ് നാരദ മഹർഷി നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ്? തോന്നുന്നത് പോലെ അല്ല ധ്യാനം ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? എങ്ങനെ ധ്യാനം ചെയ്യണം? യഥാശ്രുതം അചിന്തയം. ഓക്കെ, നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ധ്യായതസ് ചരണാംഭോജം ഭാവനിർജിതചേതസഃ ഓത്കണ്ഠ്യാശ്രുകലാക്ഷസ്യ ഹൃദി ആസീന്മേഷനൈർഹരി. ധ്യായതശ്ചരണാംഭോജം ഭാവനിർജിതചേതസാ ഓത്കണ്ഠ്യാശ്രുകലാക്ഷസ്യ ഹൃദി ആസീന്മേഷനൈർഹരി. ധ്യായതശ്ചരണാംഭോജം ഭാവനിർജിതചേതസാ ഔത്കണ്ഠ്യാശ്രുകലാക്ഷസ്യ ഹൃദ്യാശീന്മേഷനൈർഹരി. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം. എന്താണ് ധ്യാനം കൊണ്ട് നാരദ മഹർഷിക്ക് ലഭിച്ചത്? ധ്യായതസ്. എന്ത് ചെയ്യുകയായിരുന്നു അദ്ദേഹം? ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു? ഒരു മെഴുകുതിരി വെളിച്ചത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നോ? അല്ല. ഒരു പ്രകാശത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നോ? അല്ല. ശൂന്യതയെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണോ? അല്ല. എന്താണ് ധ്യാനിച്ചു കൊണ്ടിരുന്നത്? ചരണാംഭോജം, പാദപങ്കജങ്ങൾ. ഭഗവാന്റെ മുഖത്തിനെയും അല്ല ധ്യാനിക്കുന്നത്. ഭഗവാന്റെ കയ്യോ കാലോ കയ്യോ വക്ഷസ്ഥലമോ ഒന്നും അല്ല ധ്യാനിക്കുന്നത്. ഭക്തന്മാർക്ക് എപ്പോഴും ധ്യാനിക്കാൻ വേണ്ടിയിട്ട് എന്താണുള്ളത്? പാദപങ്കജങ്ങളാണുള്ളത്. കാരണം അവിടെയാണ് നമ്മളുടെ സ്ഥാനം എന്ന്, അൾട്ടിമേറ്റ്ലി നമ്മളുടെ സ്ഥാനം എന്ന് പറയുന്നത് ആ പാദത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നവനാണ് ഭക്തൻ, അല്ലേ? അപ്പൊ എന്താണ് ധ്യാനിക്കുന്നത്? ചരണാംബോജം, പരമദിവ്യോത്തമ പുരുഷന്റെ പാദാംബുജം. ഇനി എന്താണ്? ഭാവനിർജിത ചേതസഃ. വെറുതെ അല്ല ധ്യാനിക്കുന്നത്, മെക്കാനിക്കൽ. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളോട് കോൺസെൻട്രേറ്റ് എന്ന് പറയും. എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഈ കോൺസെൻട്രേഷൻ എന്താണ് പ്രത്യേകത? എന്താണ്? ഭാവനിർജിത ചേതസഃ. ചേതസ് എന്താണ്? മനസ്സ്. എങ്ങനത്തെ മനസ്സ്? ഭാവനിർജിത ചേതസ. വെറുതെ ഇരുന്ന് ധ്യാനിക്കുകയല്ല ചെയ്യുന്നത്. ഈ എന്താണ്? ഭഗവാന്റെ പടിപടിയായിട്ടുള്ള, നമ്മൾ നേരത്തെ കേട്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സുകൾക്ക് മുമ്പ് ഒക്കെ നമ്മൾ കേട്ടു. എന്താണ്? ഈ ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ, ഇങ്ങനെ പല ലെവലിലാണ് നമ്മളുടെ പുരോഗതി വരുന്നത്. എവിടെ? ആധ്യാത്മികതയിൽ വരുന്നത്. അപ്പോൾ ഈ പുരോഗതി അനുസരിച്ച് ഒരാൾക്ക് എന്തുണ്ടാവും? ഭഗവാനോടുള്ള അട്രാക്ഷനിൽ വ്യത്യാസമുണ്ടാകും. ശ്രദ്ധയുള്ള ആൾക്കാർക്ക് എന്താണ്? വേവറിങ് ആണ് ആ ഒരു ഫെയ്ത്ത് എന്ന് പറയുന്നത്. ശ്രദ്ധ കഴിഞ്ഞ് സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി കഴിയുമ്പോഴത്തേന് അത് ഫിക്സഡ് ആകും. പിന്നെ നിഷ്ഠ, രുചി, ആസക്തി, ഇതൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഭഗവാൻ എന്ന് പറയുന്നത് അവരുടെ എന്താണ്? അൾട്ടിമേറ്റ്ലി അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാകും. അത് മാത്രമല്ല, അദ്ദേഹം ഇല്ലാതെ ഒരു ക്ഷണം പോലും എന്ത് ചെയ്യാൻ പറ്റുകയില്ല? ഭക്തന് നിലനിൽക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമത്തിൽ മനസ്സ് പരിണമിപ്പിച്ച ചേതസ്, ആ മനസ്സുകൊണ്ടാണ് ആര് ചെയ്യുന്നത്? ഈ ധ്യാനം ചെയ്യുന്നത്. വെറുതെ നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മൾ പറയുന്നത്. അനുകരണം എന്ന് പറയുന്നത് ഇവിടെ പോസിബിളേ അല്ല. കാരണം എന്താണ്? നമ്മളുടെ മനസ്സിൽ ഇത്രത്തോളം എന്തില്ല? പ്യൂരിറ്റി ഇല്ല. ഭാവം എന്ന് പറയുന്ന ആ ഒരു പടിപടിയായിട്ടുള്ള ഉയർച്ച കൊണ്ട് കിട്ടുന്ന ആ ഒരു ലെവലിൽ നമ്മൾ എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾക്ക് ഈ പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? ധ്യാനം ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് എന്താണ്? അനുകരിക്കാൻ പാടില്ല. പിന്നെ എന്ത് സംഭവിച്ചു? ഔത്കണ്ഠ്യ അശ്രുകലാക്ഷസ്യ. എന്താണ് ഔത്കണ്ഠ്യ? ഔത്കണ്ഠ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാൻ ഈഗർനെസ് ആണ്. എന്താണ്? അത്യധികം ഉത്കണ്ഠയാണ്. എങ്ങനെയെങ്കിലും ഭഗവാനെ ഒന്ന് കാണണം. അതിനു വേണ്ടിയിട്ടാണ്. കാരണം ഇത്ര നാളും ഭഗവാനെ കാണാതെ ഇരുന്ന ജീവാത്മാവ് എവിടെയായിരുന്നു? അദ്ദേഹം വന്നിട്ട് നമ്മളെല്ലാവരും ഭഗവാനോടൊപ്പം ആധ്യാത്മിക ലോകത്തിൽ സ്ഥിരം അദ്ദേഹത്തെ ക്ഷണം തോറും കണ്ടുകൊണ്ടിരുന്നതാണ്. ഒരു ക്ഷണം പോലും ഭഗവാൻ നമ്മുടെ കണ്ണിൽ നിന്നും മറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മുന്നിൽ പ്രത്യക്ഷനായിരുന്നു, സംസാരിക്കുമായിരുന്നു. പലതരത്തിലുള്ള സ്നേഹലാളനങ്ങൾ ഭഗവാൻ നമുക്ക് തരുമായിരുന്നു. പക്ഷെ അതെല്ലാം മറന്നിട്ട് നമ്മളുടെ ചെറിയൊരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് സ്വയമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു?
ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഭൗതിക ലോകത്തിൽ അകപ്പെട്ടു പോകുന്നത്. ഭൗതിക ലോകത്തിൽ അകപ്പെട്ടു പോയ കണക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താണ്, കോടാനുകോടി വർഷങ്ങൾ അചിന്ത്യമായിട്ടുള്ള കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഭഗവാനിൽ നിന്നും അകന്നു നിന്നിരിക്കുന്നത്. എത്ര ജന്മങ്ങൾ നമ്മൾ എടുത്തു നമുക്കറിയില്ല. ഇപ്പം നമുക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ കണ്ടാമിനേറ്റഡ് ആണ്. അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ കൊണ്ട് ഭഗവാൻ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ട് ഭഗവാൻ, പക്ഷെ കാണാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ അനർത്ഥങ്ങൾ വന്നിട്ട് നമ്മളെ എന്ത് ചെയ്യുകയാണ്, നമ്മളുടെ ദൃഷ്ടിയെ ഭഗവാനിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നാരദ മഹർഷി എന്ത് ചെയ്യുന്നു, ആ കുട്ടി ആ ജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യുകയാണ്, അനർത്ഥങ്ങളെ എല്ലാം ഇല്ലാതാക്കി. അപ്പോഴാണ് അദ്ദേഹത്തിന് ഭഗവാനെ എങ്ങനെയെങ്കിലും കാണണമെന്ന് എന്തുണ്ടാകുന്നത്, ആഗ്രഹമുണ്ടാകുന്നത്. എന്ത് ചെയ്യും, ആ ആഗ്രഹം എന്ന് പറയുന്നത് അത്ര ഉത്കണ്ഠയാണ്. ഉത്കണ്ഠ കൊണ്ട് അശ്രുകല അക്ഷസ്യ, അക്ഷി എന്താണ്, കണ്ണ്. അശ്രുകല അക്ഷസ്യ എന്ന് പറഞ്ഞാൽ അശ്രുക്കൾ പൊഴിയുന്ന കണ്ണുകളോടുകൂടി എന്ത് ചെയ്യുകയാണ് നാരദ മഹർഷി, ആ കുട്ടി ഹൃദി ആസീൻമേ ശനൈർ ഹരി. ഒരു ഭക്തൻ ഇങ്ങനെ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന് വേറെ ഒരു നിവൃത്തിയില്ല വരാതെ. എന്ത് സംഭവിക്കുന്നു, ശനൈ താമസം വിന, ആര്, ഹരി പരമദിവ്യോത്തമ പുരുഷൻ എവിടെ പ്രത്യക്ഷപ്പെട്ടു, ഹൃദി ആസീൻ, ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയാണ്, ധ്യായത ശരണാംഭോജം ഭാവനിർജിത ചേതസഃ ഔത്കണ്ഠ്യ അശ്രുകലാക്ഷസ്യ ഹൃദി ആസീൻ ശനൈർ ഹരി. പെട്ടെന്ന് തന്നെ വന്നു. ഒരുപാട് കാലമൊന്നും അദ്ദേഹത്തിന് കാത്തു നിൽക്കേണ്ടി വന്നില്ല. കാരണം എന്താണ്, ഭക്തന്മാര് സിൻസിയർ ആയിട്ട് വിളിച്ചാൽ ഭഗവാൻ വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. എന്താണ്, അതീന്ദ്രിയ പ്രേമത്താൽ പരിണമിപ്പിച്ച എൻ്റെ മനസ്സാൽ പരമദിവ്യോത്തമ പുരുഷന്റെ പാതാരവിന്ദങ്ങളെ ധ്യാനിക്കാൻ ആരംഭിച്ചയുടൻ എൻ്റെ നയനങ്ങളിൽ നിന്നും അശ്രുക്കൾ ധാരധാരയായി പ്രവഹിക്കുകയും താമസം വിനാ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണൻ എൻ്റെ ഹൃദയത്തിൽ പ്രാദുർഭവിക്കുകയും ചെയ്തു. ഈ പ്രാദുർഭവിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ വാക്കായിട്ട് എടുക്കരുത്, പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ്, നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമ്മളും നാരദ മഹർഷിയുടെ ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം പ്രഭുപാദ് ഇവിടെ നമ്മളോട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്, ഭാവ is significant here. The bhava stage is attained after one has transcendental affection for the Lord. നമുക്കില്ലാതെ നമ്മൾ അനുകരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മൾ തോറ്റുപോകും. നമുക്ക് ഭഗവാനെ കാണാൻ ഇപ്പോൾ പറ്റില്ല. കാരണം എന്താണ്, ഞാൻ ഭഗവാനെ കണ്ടു, സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മളുടെ തോന്നൽ മാത്രമാണ്. കാരണം എന്താണ്, ഭഗവാനെ കാണാനും സംസാരിക്കാനും നമുക്ക് പറ്റുന്നെങ്കിൽ നാരദ മഹർഷി ചെയ്തതുപോലെ വേറെ ഒരു അറ്റാച്ച്മെന്റും നമുക്ക് ഉണ്ടാവുകയില്ല. ഭൗതികയിലേക്ക് തിരിച്ചു വരണമെന്ന് തോന്നുകയുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നാൽ ആ കാണുകയും സംസാരിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് എന്താണ്, ഭാവനയാണ്. സ്വഭാവ എന്ന പദം ഇവിടെ അർത്ഥവത്താണ്. ഈ ഭാവ അവസ്ഥ പ്രാപ്തമാകുന്നത് ഭഗവാനോട് അതീന്ദ്രിയ പ്രേമം അനുഭവപ്പെട്ടതിന് ശേഷമാണ്. നമ്മളൊക്കെ ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി ഈ സ്റ്റേജസിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഒരിക്കലും ഇതിനെ ചാടിക്കടന്ന് ഈ ലാഡറിന്റെ മേലേക്ക് ലീപ്പ് ചെയ്ത് കയറാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ലീപ്പ് ചെയ്ത് കയറാമെന്ന് വിചാരിക്കുന്നവരെ എന്ത് ചെയ്യും, നേരെ താഴെ പോകും. തിരിച്ച് താഴെ സഹജീയ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും. കാരണം എന്താണ്, നമുക്ക് മേലേക്ക് കയറാൻ പറ്റത്തില്ലെങ്കിൽ ഭഗവാനെ വലിച്ച് താഴെയിടാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ വിശുദ്ധ സത്വമായിട്ടുള്ള ഭഗവാൻ ആരാണ്, അദ്ദേഹത്തിൻ്റെ സച്ചിദാനന്ദ രൂപം വിശുദ്ധ സത്വം എന്ന് പറയുന്നത് ഈ ഭൗതിക അവസ്ഥയിലേക്ക് വരാൻ ഉള്ളതല്ല. അല്ലെങ്കിൽ ഭൗതിക അവസ്ഥയിൽ അദ്ദേഹം വരികയില്ല. നമ്മൾ ഇമാജിൻ ചെയ്യും, ഞാൻ കൃഷ്ണൻ്റെ ഗോപിയാണ്, ഞാൻ കൃഷ്ണൻ്റെ മയിലാണ്, ഞാൻ കൃഷ്ണൻ്റെ ഓടക്കുഴലാണ്, ഞാൻ കൃഷ്ണൻ്റെ അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പലരും ഈ സഹജീയ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെല്ലാം ഈ പ്രകാരം എന്ത് ചെയ്യും, ഇത് മെൻ്റൽ സ്പെക്കുലേഷനാണ്, അതായത് ഊഹാപോഹമാണ്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെന്ന് പറയുന്നത് പടിപടിയായിട്ട് മുന്നേറാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഇതൊരു ഫിക്സഡ് പ്രോസസ്സാണ്. ഇതിന് എത്ര സമയം എടുക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ സിൻസിയറിറ്റി അനുസരിച്ചിരിക്കും. എത്തുകില്ല എന്നല്ല പറയുന്നത്, ഒരിക്കലും എത്തും. ഏത് സ്ഥലത്ത് ആ സ്ഥലത്ത് എത്തുക തന്നെ ചെയ്യും. പക്ഷേ സമയം, ഒരാളുടെ സിൻസിയറിറ്റി, അയാളുടെ ആ ഒരു ഔത്കണ്ഠ്യ,
അയാളുടെ ഈഗർനെസ് ഒക്കെ അനുസരിച്ചിരിക്കും. എന്താണ് ഈഗർനെസ് എന്ന് പറയുന്നത്? ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥനിവൃത്തി. അനർത്ഥനിവൃത്തി കഴിഞ്ഞിട്ടേ നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ എന്ന് പറയുന്ന ആ സ്റ്റേജസ് വരികയുള്ളൂ. ഈ അനർത്ഥനിവൃത്തി കഴിയാതെ അനർത്ഥനിവൃത്തി എത്ര നാളുകൊണ്ട് ഉണ്ടാകും എന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഒരിക്കലും എത്താത്ത അവസ്ഥയല്ല അത്. ഒരിക്കലും നിരാശരാവാൻ പാടില്ല. ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഇത് ദൈവമേ ഇത് ഈ ഭക്തിയിൽ തുടങ്ങുകയും ചെയ്ത് ഇനി എത്തൂല എന്ന് ഈ മാതാജി പറയുകയും ചെയ്യുന്നു. അങ്ങനെയല്ല, എത്തൂല എന്നല്ല പറഞ്ഞത്, എത്തും. പക്ഷേ എപ്പോൾ എത്തും എന്നുള്ളത് നമ്മളുടെ ആഗ്രഹത്തെ, നമ്മളുടെ ഇത് എന്താണ് അവസ്ഥയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആശ്രയിച്ചിരിക്കുന്നത്. പക്ഷെ നാരദ മഹർഷി എന്ത് ചെയ്യുന്നു? അത്രയധികം അദ്ദേഹം ഭഗവാനിൽ വന്നിട്ട് എന്ത് ചെയ്തിരുന്നു? ആശ്രയിച്ചിരുന്നത് കൊണ്ട്, അതീന്ദ്രിയ പ്രേമം അനുഭവപ്പെട്ടിരുന്നത് കൊണ്ട് ഭഗവാന് പെട്ടെന്ന് തന്നെ വരേണ്ടി വന്നു. ഓക്കെ, എന്താണ്? അപ്പോൾ ഭഗവാൻ എത്തി. ഇനി എന്ത് ചെയ്യും? ഭഗവാൻ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? എവിടെ എത്തി? ഭഗവാൻ ഹൃദയത്തിലാണ് എത്തിയത്, അല്ലേ? അപ്പോൾ നമുക്കും ഭഗവാനെ ഹൃദയത്തിൽ വിളിച്ചു വരുത്താൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? ഒരു ശ്ലോകമുണ്ട്, ഭാഗവതത്തിൽ തന്നെ പറയുന്നു. എന്താണ്? പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനാം ഭാവസരോരുഹം ധുനോതി ശമലം കൃഷ്ണ സലിലസ്യ യഥാ ശരത്. നമുക്ക് ഇത് കേട്ടാൽ മാത്രം മതി. കലികാലത്തിൽ നമുക്ക് വീട് വിട്ടിറങ്ങി പോകാൻ പറ്റില്ല, കാട്ടിൽ പോയിരിക്കാൻ പറ്റൂല. ഈ നാരദ മഹർഷി ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചെയ്തതുപോലെ കാട്ടിലും മേട്ടിലും നടന്ന് ഭഗവാനെ അന്വേഷിച്ച് പോകാൻ പറ്റില്ല. കാരണം എന്താണ്? കാടുമില്ല, മേടുമില്ല, ഒന്നുമില്ല. അവിടെ എല്ലാം കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഏത് കാട്ടിലാണ് നമ്മൾ പോകുന്നത്? തപസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാകും. അയ്യോ, വീട്ടിൽ ഭാര്യ എന്ത് ചെയ്യും, മക്കൾ എന്ത് ചെയ്യും, നാളെ പരീക്ഷയാണ്, അവൻ എന്ത് പഠിച്ചിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഭഗവാൻ തന്നിരിക്കുന്നത്? കലേർ ദോഷനിധേ രാജൻ അസ്തിക്ക് ഏകോ മഹാൻ ഗുണാൻ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്ത സംഗപരം രചേത്. അതിനകത്ത് ധ്യാനാത് ഏവ കൃഷ്ണസ്യ എന്ന് പറഞ്ഞിട്ടില്ല. എന്താണ്? ദാനാത് ഏവ കൃഷ്ണസ്യ എന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ്? കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്ത സംഗപരം വ്രജേത്. കലി എന്ന് പറയുന്നത് ദോഷനിധിയാണ്, അല്ലയോ രാജൻ? പരീക്ഷത്തിനോട് പറയണം ശുകദേവ ഗോസ്വാമി. കലേർ ദോഷനിധേ രാജൻ അസ്തിക്ക് ഏകോ മഹാൻ ഗുണാൻ. ഒരേ ഒരു മഹദ്ഗുണം മാത്രമേ ഉള്ളൂ. കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്ത സംഗപരം വ്രജേത്. കീർത്തനാത് ഏവ കൃഷ്ണസ്യ ഏവ, ഒരേ ഒരു വഴിയേ ഉള്ളൂ. വേറെ പല വഴികളെക്കുറിച്ചും വേറെ പറയുന്നില്ല. ഒറ്റ ഒരു പദം മാത്രമേ പറയുന്നുള്ളൂ. കീർത്തനാദേവ കൃഷ്ണസ്യ മുക്ത സംഗപരം വ്രജേത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഭഗവാൻ ഹൃദയത്തിൽ പ്രത്യക്ഷനായി. നമ്മളുടെയും ഹൃദയത്തിൽ പ്രത്യക്ഷനാകും. എങ്ങനെ? പ്രവിഷ്ട കർണരന്ധ്രേണ, ചെവിയിൽ കൂടിയാണ്. നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുമ്പോൾ കേൾക്കുകയും കൂടി വേണം. വേറെ കോൺസെൻട്രേഷൻ ഇല്ലാത്ത തരത്തിൽ നമ്മൾക്ക് മൊബൈല് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ സംസാരിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇതൊന്നും ചെയ്താൽ എന്ത് കിട്ടുകയില്ല? ഈ ശ്രവണം എന്ന് പറയുന്നത് ശരിയാവുകയില്ല. നമ്മൾക്ക് കേൾക്കാവുന്നത് പോലെ നമ്മൾ ജപിക്കണം. ഒരുപാട് ഉച്ചത്തിൽ ജപിക്കേണ്ട ആവശ്യമില്ല. അത് സങ്കീർത്തനമാണ്, എല്ലാവരും കൂടെ ചേർന്ന് ജപിക്കുന്നത്. നമ്മളുടെ ജപം എന്ന് പറയുന്നത് നമ്മൾക്ക് കേൾക്കണം, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ജപിക്കുമ്പോൾ എന്താണ്? പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനാം ഭാവസരോരുഹം. എൻ്റെ ഹൃദയമാകുന്ന താമരപ്പൂവിൽ വന്നിട്ട് ഭഗവാൻ ഇരിക്കും. പിന്നെ അനർത്ഥനിവൃത്തിയൊക്കെ വരുത്തുന്നത് ഭഗവാന്റെ തന്നെ പരിപാടിയാണ്. എന്താണ്? അവിടെ ഇരുന്ന് ഇതെല്ലാം കഴുകിക്കളയുക എന്നുള്ളത് കൃഷ്ണൻ്റെ ജോലിയാണ്. ഭഗവാന് ആ ജോലി ചെയ്യുന്നതിന് ഒരു എന്തുമില്ല, മടിയുമില്ല. അപ്പോൾ നാരദ മഹർഷി വിളിച്ചപ്പോൾ ആര് വന്നു? ഭഗവാൻ ഹൃദയത്തിൽ പ്രത്യക്ഷനായി. എന്ത് ചെയ്യുന്നു? എന്നിട്ട് 17ാമത്തെ ശ്ലോകം. പ്രേമാതിഭര നിർഭിന്ന പുളകാങ്കോ നിർവൃതഃ ആനന്ദ സംപ്ലവേ ലീനോ നാപശ്യം ഉഭയം മുനേ. എന്താണ്? പ്രേമാതിഭര നിർഭിന്ന പുളകാങ്കോ അതിനിർവൃതഃ ആനന്ദ സംപ്ലവേ ലീനോ നാപശ്യൻ ഉഭയം മുനേ. പ്രേമ അതിഭര നിർഭിന്ന പുളകാങ്കോ അതിനിർവൃതഃ ആനന്ദ സംപ്ലവേ ലീനോ നാപശ്യം ഉഭയം മുനേ. മുനേ, അല്ലയോ മഹർഷേ. ആരോടാണ് പറയുന്നത്? അല്ലയോ വ്യാസദേവ. എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് ഭഗവാനെ എന്ത് ചെയ്തു? ഹൃദയത്തിൽ കണ്ടു. ആര്? നാരദ മഹർഷി കണ്ടു. പ്രേമ അതിഭര നിർഭിന്ന.
എന്ത് സംഭവിച്ചു? എക്സ്റ്റസി അല്ലേ? എന്താണ് എക്സ്റ്റസി എന്ന് പറയുന്നത്? അതിന് ചില ലക്ഷണങ്ങളുണ്ട്. ബാഹ്യമായി നമ്മൾക്ക് ആർട്ടിഫിഷ്യലി പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല എക്സ്റ്റസി. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, പല ആൾക്കാരും ആധ്യാത്മികമായിട്ട് ഗുരുക്കന്മാരാണ് അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് പുരോഗമിച്ചിരിക്കുന്ന ആൾക്കാരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ചില ആൾക്കാർ. കാരണം കലിയുഗം എന്ന് പറഞ്ഞാൽ ചീറ്റിംഗ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രോമിനൻ്റ് ആയ ഒരു കാലമാണ്. മറ്റുള്ളവരെ എന്ത് ചെയ്തുകൊണ്ട്, ചീറ്റ് ചെയ്തുകൊണ്ട്, ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് കലിയുഗത്തിലെ ആൾക്കാരുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു ആധ്യാത്മികത എന്ന് പറയുന്ന ആ ഒരു കാര്യവും വന്നിട്ട് ചീറ്റിങ്ങിനുള്ള ഒരു ഇതായിട്ട് അല്ലെങ്കിൽ ഒരു മാധ്യമമായിട്ട് എടുക്കാം. അങ്ങനെ എടുക്കുന്ന ആൾക്കാരുമുണ്ട്. എന്ത് സംഭവിക്കും? അവർ പുറമെ പ്രകടമാക്കും, എന്ത്, ഞാൻ വന്നിട്ട് ആധ്യാത്മികമായിട്ട് ഒരുപാട് ഉന്നതിയിലായതുകൊണ്ട് എനിക്ക് എക്സ്റ്റസി, ഭയങ്കര ആനന്ദാതിരേകങ്ങളൊക്കെ വരുന്നതായിട്ട് അവർ അഭിനയിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത് അഭിനയിക്കാൻ പറ്റുന്ന ഒന്നല്ല. എന്ത് സംഭവിച്ചു? അല്ലയോ വ്യാസദേവ മുനേ, പ്രേമ അതിഭര നിർഭിന്ന, പ്രേമം കൊണ്ട്, അതായത് ഭഗവാനോടുള്ള പ്രേമം കൊണ്ട്, അതിഭര, എന്താണ് അതിഭര എന്ന് പറഞ്ഞാൽ? അത് ഹൃദയത്തിൽ നിന്നും വന്നിട്ട് ആ സ്നേഹം, ഭഗവാനോടുള്ള സ്നേഹം നിറഞ്ഞ് തുളുമ്പുന്നത് പോലെയാണ്. സോ എക്സസീവാണ്. നിർഭിന്ന, പുളക, അംഗ, അതിനിർവിത. എന്തുണ്ടായി? ഫീലിങ്സ് ഓഫ് ഹാപ്പിനെസ്, പുളകം, സന്തോഷത്തിൻ്റെ വികാരങ്ങൾ. അത് ഭക്തിരസാമൃത സിന്ധുവിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ, അതായത് 19ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചാപ്റ്ററുകളിൽ ഈ എക്സ്റ്റസീനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അത് വിവരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പുറമെ കാണുന്നതും ഇതും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഈ വികാരങ്ങൾ ചൈതന്യ ചരിതാമൃതത്തിൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഇതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രേമം, കാരണം ചൈതന്യ മഹാപ്രഭു സ്വയം ശ്രീകൃഷ്ണൻ തന്നെയാണ്, പക്ഷെ എങ്കിലും അദ്ദേഹം വന്നിട്ട് രാധാഭാവത്തിലാണ്. രാധാറാണി എന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തയാണ്, അല്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ സേവനം ചെയ്യാനുള്ള ഒരു രൂപമാണ് രാധാറാണി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാവത്തിൽ ഗോൾഡൻ കോംപ്ലക്ഷൻ, ഗൗരാംഗ, രാധാറാണിയുടെ നിറവും ഭാവവും എടുത്തിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? അവതരിക്കുന്നത് ചൈതന്യ മഹാപ്രഭുവായിട്ട്. ജഗന്നാഥ് എന്ന് പറയുന്ന ആ ഭഗവാന്റെ വിഗ്രഹം കാണുമ്പോൾ ദൂരെ നിന്ന് ചൈതന്യ മഹാപ്രഭു കാണത്തുള്ളൂ. ഗരുഡ സ്തംഭത്തിന് താഴെ നിന്ന് ജഗന്നാഥിനെ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ടാവും? എക്സ്റ്റസി. അല്ലെങ്കിൽ യമുന പോലെ, അല്ലത് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് കാണും? ഒരു നദി കാണും. ആ നദി കാണുമ്പോൾ ഭഗവാനെ കുറിച്ചുള്ള ഈ ഭഗവാന്റെ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് സംഭവിക്കും. ഒരു നദി കാണുമ്പോൾ അത് യമുനയാണെന്നോ അല്ലെങ്കിൽ എന്താണെന്ന് വിചാരിക്കും, യമുന നദിയാണ്, കാളിന്തിയാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അതിലേക്ക് എടുത്തു ചേടാൻ വേണ്ടി പോകും. ഇതൊക്കെ വന്നിട്ട് അനുകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇത് വെറും ചീപ്പായിട്ടുള്ള ഇമോഷൻസ് ആണെന്നല്ല. ഈ ഇമോഷൻസ് എന്ന് പറഞ്ഞത് ഇത് പോസിബിൾ ആണ്. പക്ഷെ എപ്പോൾ പോസിബിൾ ആണ്? അത്രയധികം ഉന്നതമായിട്ടുള്ള ഭാവത്തിൻ്റെ അവസ്ഥയിൽ മാത്രമേ, ഭാവപ്രേമ എന്ന് പറയുന്ന സ്റ്റേജിൽ മാത്രമേ ഇത് പോസിബിൾ ആകൂ. അല്ലാതെ നമുക്ക് ഇത് വരും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ അല്ലാത്ത ആൾക്കാർ അങ്ങനെ പ്രകടിപ്പിച്ചാൽ നമ്മൾ അതിൽ വീണുപോവുകയും ചെയ്യരുത്. നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ആചാര്യന്മാർ ഇതെല്ലാം ചെയ്യുന്നത്, എഴുതി തരുന്നത്. വായിച്ച് മനസ്സിലാക്കണം. കാരണം ചീറ്റിംഗ് എന്ന് പറയുന്നത് കലിയുഗത്തിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള സമയമാണ്. നമ്മൾ ആധ്യാത്മികതയിലും ചീറ്റിംഗ് അല്ലെങ്കിൽ ആധ്യാത്മികതയിലും വഞ്ചിതരാവരുത്. യഥാർത്ഥ ആധ്യാത്മിക ഗുരുനാഥൻ ഞാൻ ഈശ്വരനാണെന്ന് പറയാറില്ല. ഈ തരത്തിലുള്ള എക്സ്റ്റാറ്റിക് ഫീലിങ്സ് വന്നാലും ഒരു പ്രദർശന വസ്തുവാക്കി അതിനെ എന്ത് ചെയ്യുകയില്ല, ആർക്കും കാണിച്ച് നിൽക്കുകയില്ല. അതൊക്കെ അവരുടെ ഒരു അഥവാ അങ്ങനെ വന്നെങ്കിൽ തന്നെ അത് വളരെ രഹസ്യമായിട്ടേ അവർ വെക്കുകയുള്ളൂ. അതിനെ ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ട് അവർ ഉപയോഗിക്കുകയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി നമ്മൾ വഞ്ചിതരാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് ഉണ്ടാവും, ആർക്കുണ്ടാവും? അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ എന്ന് പറയുന്ന സ്റ്റേജിലുണ്ടാവും.
ആരാണ് ഇപ്പോൾ പറയുന്നത്? നാരദ മഹർഷിയുടെ ചെറിയ ആ ഒരു പ്രായത്തിൽ അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം ഓൾറെഡി ആ സ്റ്റേജിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ വരുന്നത്. എന്താണ്? നിർഭിന്ന ഭാര നിർഭിന്ന പ്രേമ അതിഭര നിർഭിന്ന പുളകാങ്കോ അതിനിർവൃത ആനന്ദ സംപ്ലവേ ലീനോ നാപശ്യം ഉഭയം മുനേ. എന്ത് സംഭവിച്ചു? ഓ വ്യാസദേവ, at that time, being exceedingly overpowered by feelings of happiness, every part of my body became separately enlivened. Being absorbed in an ocean of ecstasy, I could not see both myself and the Lord. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം മലയാളത്തിൽ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, യെസ്. അല്ലയോ വ്യാസദേവ, അന്നേരം അതിരേകമായ സന്തോഷാധിക്യത്താൽ എൻ്റെ ശരീരത്തിൻ്റെ സർവ്വ അംഗങ്ങളും പ്രത്യേകമായി ഉത്തേജിതമായി ഹർഷ ഉന്മാദ സാഗരത്തിൽ നിമഗ്നനാകയാൽ എനിക്ക് എന്നെയോ ഭഗവാനെയോ ദർശിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് എന്താണ് സ്പിരിച്വൽ ഫീലിങ്സ്. അടുത്ത പേജും കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ പ്രഭു? പ്രഭുപാദിന്റെ പർപ്പട്ട്. Spiritual feelings of happiness and intense ecstatic ecstasies have no mundane comparison. Therefore, it is very difficult to give expression to such feelings. We can just have a glimpse of such ecstasy in the words of Sri Narada Muni. Each and every part of the body or senses has its particular function. After seeing the Lord, all the senses become fully awakened to render service unto the Lord, because in the liberated state the senses are fully efficient in serving the Lord. എന്താണ്? ആത്മീയ ആനന്ദ വികാരങ്ങൾക്കും തീവ്രമായ പരമാനന്ദത്തിനും യാതൊരു സാംസാരിക താരതമ്യവുമില്ല. അതായത് നമുക്ക് ഒന്നുമായിട്ടും ഒരു ലവർ ഇനി ഒരു ലവറിനെ കാണുന്ന വികാരവുമായിട്ടോ ഒരമ്മ കുറേ നാള് കഴിഞ്ഞിട്ട് ഒരു കുട്ടിയെ കാണുന്നതായിട്ട് ഒന്നിനോടും താരതമ്യപ്പെടുത്താൻ പറ്റുകയില്ല. ആര്? ഭഗവാനെ ഭാവത്തിലുള്ള ഒരു ഭക്തൻ കാണുന്നതുമായി ഒന്നിനെയും താരതമ്യപ്പെടുത്താൻ പറ്റുകയില്ല. ആകയാൽ അത്തരം വികാരങ്ങളെ വർണ്ണിക്കുന്നത് അത്യന്തം പ്രയാസകരമാണ്. പ്രഭുപാദ് തന്നെ പറയുന്നത് എനിക്കത് വർണ്ണിക്കാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള ആതീന്ദ്രിയാനന്ദത്തിന്റെ ലവമാത്രമായ വീക്ഷണമാണ് ശ്രീ നാരദമുനിയുടെ വാക്കുകളിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എവിടെയുണ്ട്? രൂപഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധുവില്, അതും ആദ്യത്തെ ഹാഫ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഹാഫിൽ. യഥാർത്ഥത്തിൽ ആദ്യത്തെ ഹാഫ് മാത്രമേ നമ്മൾ തുടക്കക്കാരായിട്ടുള്ള ഭക്തന്മാർക്ക് മനസ്സിലാവുകയുള്ളൂ. ലാസ്റ്റ് ഹാഫ് നമുക്ക് മനസ്സിലാവുകയില്ല. കാരണം ഈ തരത്തിലുള്ള ആനന്ദാതിരേകത്തിൻ്റെ ഭാവ പ്രേമ അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷനാണ് പിന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ എക്സ്റ്റസിയിൽ ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതാവുകയാൽ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള എന്തുണ്ടാവും? അതായത് അതിൻ്റെ സ്പിരിച്വൽ എനർജി ഉണ്ടാകും. ആ ഒരു ഹർഷ ഉന്മാദത്തിൽ ഭഗവത് സേവനത്തിനായി ഇന്ദ്രിയങ്ങൾ വിഭിന്നമായി ഉജ്ജീവമാകുന്നു. എൻലിവെൻഡ് എന്നാണ് ഉജ്ജീവമാകുന്നു എന്നതിൻ്റെ ഇംഗ്ലീഷ്. അപ്പം ഇങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? നാരദ മഹർഷി കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത്, ബാലനായിരുന്ന സമയത്തും അദ്ദേഹത്തിന് അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? ഇതൊരു പ്രായം കൊണ്ടോ അല്ലെങ്കിൽ ഒരു എന്താണ് പ്രാക്ടീസ് കൊണ്ടോ വെറുതെ കിട്ടുന്നതല്ല. എന്താണ് ഇതിൻ്റെ ബേസ്? നമ്മളുടെ സിൻസിയറിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ആത്മാർത്ഥതയും നമ്മളുടെ ഈഗർനെസ്, ഉത്കണ്ഠയും പിന്നെ എന്താണ് നമ്മളുടെ പ്രാക്ടീസും കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇത് പലതും നമുക്ക് കിട്ടുന്നത്. നാരദ മഹർഷി വെറും 5 വയസ്സുള്ള കുട്ടിയായിരുന്നു അപ്പോൾ. അതുകൊണ്ട് പ്രായം കൂടി 70 വയസ്സുള്ള ആൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവ്യമാകൂ എന്നാണോ? അല്ല. യുവാവായിരിക്കുന്ന ആൾക്കോ തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴോ ഒന്നും സംഭവ്യമല്ല എന്നാണോ? അല്ല. നാരദ മഹർഷിക്ക് 5ാമത്തെ വയസ്സിൽ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ ആത്മജ്ഞാനം വന്ന് ആ വയസ്സിൽ 5ാമത്തെ വയസ്സ് മതിയായിരുന്നു അദ്ദേഹത്തിന് എന്ത് ആത്മജ്ഞാനം ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് വയസ്സിലും ആർക്കും എന്ത് സ്വീകരിക്കാം? ഭക്തി സ്വീകരിക്കാം. ആരും വന്നിട്ട് ഭക്തി ഇന്ന വയസ്സിലേ സ്വീകരിക്കാൻ പാടുള്ളൂ. പലപ്പോഴും നമ്മളോട് പലരും ചോദിക്കും, ഇത്ര ചെറിയ പ്രായത്തിൽ നിങ്ങൾ എന്തിനാണ്
ഈ ഭഗവത്ഗീത ഭാഗവതോ അതും ഇതുമൊക്കെ വായിച്ച് നടക്കുന്നത്. ഇപ്പം എൻജോയ് ചെയ്യാനുള്ള പ്രായമാണ്. എന്താണ് പ്രായം എന്ന് പറയുന്നത്? എൻ്റെ ഗുരുമാത പറയാറുണ്ട്, എത്ര വയസ്സാണ് നിങ്ങൾക്ക് അറിയില്ല. വയസ്സായെന്ന് പറഞ്ഞാൽ എന്താണ്? മരണത്തോട് അടുക്കുന്നതിനെയാണ് ഓൾഡ് എന്ന് പറയുക. നമ്മളെല്ലാവരും മരണത്തോട് അടുത്തിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ നാളെ ജീവിച്ചിരിക്കുമെന്ന് എന്താണ് ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. തൊട്ടടുത്ത ദിവസം, തൊട്ടടുത്ത നിമിഷം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അടുത്ത നിമിഷം ജീവിച്ചിരിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. സോ ഐ ആം വെരി ക്ലോസ് ടു ഡെത്ത്. അതുകൊണ്ട് ഐ എം ഓൾഡ്. ഐ ആം വെരി ക്ലോസ് ടു ഡെത്ത്, സോ ഐ ആം ഓൾഡ്. അതായത് എത്രയോ നമ്മൾ മരണത്തിനോട് അടുത്ത് നിൽക്കുന്നു, അത്ര അതിൽ നമ്മൾ ചിന്തിക്കുന്നത് പ്രായമായ ആൾ, അതായത് മരിക്കാൻ വേണ്ടിയിട്ട് അധികം വർഷങ്ങളില്ലാത്ത ആൾ. അതാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നത്? പ്രായമായി എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാം പ്രായമായവരാണ്, നമ്മളെല്ലാം പ്രായമായവർ. എല്ലാവർക്കും എന്താണ് ആത്യന്തികമായിട്ട് ഭഗവാനെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ റൈറ്റും ഉണ്ട്. ചെറിയ കുട്ടിയായിരുന്നാലും വലിയ ആളായിരുന്നാലും കൗമാരക്കാരനായിരുന്നാലും എല്ലാം എന്ത് ചെയ്യണം? ഭക്തി സ്വീകരിക്കുന്നതിന് ദേശകാല പാത്ര എന്തില്ല, ഭേദം ഇല്ല. ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം. ഇതൊരിക്കലും വന്നിട്ട് ഇന്ന പ്രായത്തിലുള്ള ആൾക്കാർ കാണുന്നോ ഇന്ന വയസ്സിലുള്ള ആൾക്കാർ കാണുന്നോ ഒന്നുമില്ല. വയസ്സായവർ ചിന്തിക്കേണ്ടത് ഇത്രയും കാലം ഞാൻ എൻ്റെ സമയം കളഞ്ഞു, ഇനിയെങ്കിലും എനിക്ക് ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ അകത്ത് മുന്നേറാൻ വേണ്ടി ശ്രമിക്കണം. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എനിക്ക് ശ്രമിക്കണം. ചെറിയ ആൾക്കാർ വിചാരിക്കേണ്ടത് എന്താണ്? എനിക്ക് ഒരുപാട് നാള് ജീവിച്ചിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആത്മാർത്ഥമായിട്ട് എനിക്ക് അത് ചെയ്യാൻ കഴിയണം. ഇതിനിടയ്ക്കുള്ള ആൾക്കാർ അതിനനുസരിച്ച് ചിന്തിക്കണം. അപ്പം ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം. ചെറിയ കുട്ടിയായിരുന്ന നാരദ മഹർഷിക്ക് സ്വീകരിക്കാം, അല്ലേ? പിന്നെ എന്താണ് വയസ്സാം കാലത്ത് ആര് ചെയ്തത്? വയസ്സാകുന്ന സമയത്ത് മരണസമയത്ത് ആരാണ് ചെയ്തത്? ഖട്വാംഗ മഹാരാജ്. ഖട്വാംഗ എന്ന് പറയുന്ന മഹാരാജ് ആകെപ്പാടെ ഒരു ഒറ്റ മിനിറ്റ് മാത്രമേ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂ എന്ന് മനസ്സിലാക്കി. ഇനി ഞാൻ എപ്പോഴാണ് മരിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു ഖട്വാംഗ മഹാരാജിനോട്. ദേവന്മാരുടെ യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഖട്വാംഗ മഹാരാജ് ചോദിക്കുന്നത്, എന്താണ് ഇനി ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കും? അപ്പോൾ അവർ പറഞ്ഞു, അങ്ങേക്ക് അധികം ആയുസില്ല, വെറും ഒരു നിമിഷം മാത്രമേ അങ്ങേക്ക് ആയുസുള്ളൂ. ഖട്വാംഗ മഹാരാജ് അപ്പോൾ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചു. ഒറ്റ മിനിറ്റ് കൊണ്ട് ആർക്കും എന്ത് ചെയ്യാം? ഭക്തി സ്വീകരിക്കാം എപ്പോൾ വേണമെങ്കിലും. നമ്മളുടെ പ്രായമോ നിങ്ങളുടെ പ്രായമോ വയസ്സായവരോ കൊച്ചുകുട്ടികളോ ഒന്നുമല്ല, ആർക്ക് വേണമെങ്കിലും ഭക്തി സ്വീകരിക്കാം. നമ്മളുടെ നമ്മളുടെ സിൻസിയറിറ്റി അനുസരിച്ചാണ് ഭഗവാൻ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ നാരദ മഹർഷിക്ക് ഭഗവാൻ റെസ്പോണ്ട് ചെയ്തു. ഇതിന് ശേഷം നാരദ മഹർഷിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരേ കൃഷ്ണ.